പണ്ഡിതന്മാരാവൽ നിർബന്ധമില്ല. എല്ലാവരും തഫ്സീറുകൾ അറിയുന്ന ആളുകളാവൽ നിർബന്ധമില്ല. എല്ലാവരും ഹാഫിളീങ്ങളാവൽ നിർബന്ധമില്ല. ഇൽമ പഠിച്ച് മറന്നാല് അള്ളാന്റെ അടുത്ത് കുറ്റം കിട്ടൂല. അതേസമയത്ത് ഖുർആൻ പഠിച്ച് മറന്നാല് അത് തെറ്റാണ്. അതെന്തുകൊണ്ടാണ്? ഇൽമ മറന്നാൽ കുഴപ്പമില്ലാത്തതിന്റെ കാരണവും ഹിഫ്ള് മറന്നാൽ കുഴപ്പമുണ്ടാകുന്നതിന്റെയും കാരണം ഇൽമ മത്ലൂബാണ്, ഹിഫ്ള് മത്ലൂബല്ല എന്നതാണ്. മത്ലൂബ് എന്ന് പറഞ്ഞാൽ ഇൽമ പഠിക്കണമെന്ന് അള്ളാഹുവിനാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാലും കൽപ്പനയുള്ളതിനാൽ അത് പഠിച്ചാൽ മതി. അതിൻ്റെ ഇസ്തിഖ്റാർ എന്ന മനസ്സിൽ നിൽക്കൽ അള്ളാഹു തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ഹിഫ്ള് പഠിക്കുക എന്നത് മത്ലൂബല്ല. എല്ലാവരും ഇൽമ പഠിക്കണമെന്ന് ശരീഅ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഖുർആൻ ഹിഫ്ളാക്കണമെന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഹിഫ്ള് നമ്മൾ സ്വന്തമായി ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് മറക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ഞമ്മക്ക് തന്നെയാണ്. ഇല്ല, അതുകൊണ്ട് കുറച്ചുകൂടി ധൈര്യമായിട്ട് പറയാം. കോളേജ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി ധൈര്യമായിട്ട് പറയാൻ പറ്റുമെന്നുള്ളതാണ്. പുതിയ ഒരു ട്രെൻഡാണ് ഹാഫിളാവുക എന്നത്. കുഴപ്പമുണ്ടായിട്ട് പറയല്ല കേട്ടോ, നമ്മളെ കൊണ്ട് നടക്കാത്തതിനൊക്കെ കുറ്റം പറയാന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ഇന്നെക്കൊണ്ട് ഹാഫിളാകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് മോശമാണെന്നുള്ള അഭിപ്രായമല്ല ഈ പറയണത്. പഴമക്കാരൊക്കെ ഹാഫിളാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ മക്കളെ ആലിമാക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. പണ്ടൊക്കെ നമ്മളെ പെരയിൽ ഏതെങ്കിലും മൗലവിമാരോ അതിന് വന്നിട്ട് ചോറയ്ക്കാൻ വന്നാൽ പെരക്കാർ കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് തങ്ങൾ പാപ്പ കുട്ടീനൊന്ന് ആലിമാകാൻ വേണ്ടി തോരക്കൊണ്ടു എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ കുട്ടി ഹാഫിളാകാൻ വേണ്ടി തോരക്കൊണ്ടു എന്നാണ് പറയല്. വ്യത്യാസമുണ്ട്. ഹിഫ്ള് മത്ലൂബല്ല. ഹിഫ്ള് ഖുർആൻ ഹിഫ്ളാക്കുക എന്നത് ശരീരാലോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാലോ കൽപ്പിക്കപ്പെട്ടതല്ല. ഹിഫ്ളാക്കിയാൽ പോരിശൊക്കെ കുറേ ഉണ്ട്. പക്ഷെ ഇൽമ പഠിക്കണമെന്ന് കൽപ്പനയുണ്ട്, ഹിഫ്ള് പഠിക്കണമെന്ന് കൽപ്പനയില്ല. അതുകൊണ്ട് ഇൽമ പഠിച്ചാൽ അത് മറന്നാൽ കുഴപ്പമില്ല. കാരണം ഉത്തരവാദിത്തം പറഞ്ഞ ആൾക്കാണ്. ശാരിയായ അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ്. അവരാണ് പറഞ്ഞത് എന്നതുകൊണ്ട് ഉത്തരവാദിത്തം അവർക്കാണ്. അതേസമയത്ത് ഹിഫ്ള് നമ്മൾ സ്വന്തമായി ഏറ്റെടുത്തതിനാൽ മറക്കാതിരിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾക്ക് തന്നെയാകുന്നു. ഇൽമ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോഴും ദ്വാരക്കലുണ്ട്, പഠിച്ചോനെ നാഫിയായ ഇൽമ തരണേ അല്ലാ. നാഫിയായ ഇൽമ തരിക എന്ന് പറഞ്ഞാൽ പുതിയ ഇൽമ കിട്ടുക എന്നല്ല, ഉള്ള ഇൽമ നാഫിയാവുക എന്നാണ്. ഏതെല്ലാം ഇൽമ നാഫിയാകുമോ അതേ ഇൽമ ളാറുമാകും. നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഖുർആൻ പഠിക്കൽ നാഫിയാണോ ളാറാണോ എന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടുക ഖുർആൻ പഠിക്കൽ നാഫിയായ ഇൽമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ചേകനൂർ മൗലവി ഹാഫിളായിരുന്നു, നാഫിയല്ല ളാറാണ്. എന്തുകൊണ്ട്? ആള് ചേകനൂർ മൗലവി ആയതിനാൽ. അപ്പൊ ഇൽമ നാഫിയാകുക എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള ഇൽമ ലഭിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഉള്ള മനുഷ്യൻ നാഫിയായ മനുഷ്യനാവുക എന്നാണ്. മയ്യത്ത് കൊടുന്ന് വെച്ചിട്ട് നമ്മൾ മയ്യത്ത് സ്കരിക്കുമ്പോൾ ദോരക്കും അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി. പഠിച്ചോരെ, ഈ മയ്യത്തിന് നിലവിലുള്ള വീടിനേക്കാൾ ഖൈറായ വീട് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഖബറിൽ പെരേറ്റി കൊടുക്കണേന്നല്ല. എന്താ ഇതിന്റെ അർത്ഥം? നിലവിലുള്ള വീടിനെ ഖൈറാക്കി കൊടുക്കണേ എന്നാണ്. വസൗജന ഖൈറൻ മിൻ സൗജിഹി, നിലവിലുള്ള ഇണയേക്കാൾ ഖൈറായ ഇണയെ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഖബറിൽ വേറെ പെണ്ണിട്ടിച്ചു കൊടുക്കണേ എന്നല്ല, നിലവിലുള്ള ഇണയെ ഖൈറായി കൊടുക്കണേ എന്നാണ്. എന്നതുപോലെ ഇൽമു നാഫിയാക്കി തരണേ എന്ന് പറഞ്ഞാൽ പുതിയ വിവരം തരണേ എന്നല്ല, ഉള്ള ഇൽമിനെ ഉപകാരമുള്ള ഇൽമാക്കി തരണേ എന്നാണ് അർത്ഥം. അതാണ് സംഗതി. അപ്പൊ അതുകൊണ്ട് കുറെ വിവരം ഉണ്ടാവലല്ല, ഉള്ള വിവരം നാഫിയാവലാണ്. അതിനാണ് നാഫിയായ ഇൽമ തരണേ എന്ന് നമ്മൾ ദ്വാരക്കുന്നത്. ഇൽമ നാഫിയാവാൻ കുട്ടികളെ, മുത്തഅല്ലിമീങ്ങളെ, മുന്നിലിരിക്കണവരെ, ബാക്കിലിരിക്കണവരെ, ഹുദവി കോളേജിൽ പഠിക്കണവരെ, അല്ലാത്തവരെ, SNEC-ക്കാരെ,
ഇൽമു നാഫിയാവാൻ 5 കാര്യങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. ഇൽമു ഉപകാരമുള്ളതാവാൻ 5 കാര്യങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. എന്നാലേ ഇൽമു ഉപകാരം ഉണ്ടാവുള്ളൂ. 1, ഇൽമിന്റെ ശിആറുകളെ ബഹുമാനിക്കണം, ഇൽമിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കണം. അതാണ് ഇൽമു നാഫിയാവേണ്ടത്. ഇൽമിന്റെ അടയാളങ്ങൾ, ഇൽമിന്റെ ശിആറുകൾ എന്ന് പറഞ്ഞാൽ പാഠപുസ്തകങ്ങൾ, പേന, വിദ്യാലയം, ഇതൊക്കെ ഇൽമിന്റെ ശിആറുകളാണ്. അതിനെ ബഹുമാനിക്കണം. മദ്രസയെ ബഹുമാനിക്കണം, അറബിക് കോളേജിനെ ബഹുമാനിക്കണം, പാഠപുസ്തകങ്ങളെ ബഹുമാനിക്കണം, പേനയെ ബഹുമാനിക്കണം. ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായി ഖുർആൻ ആദ്യമായി പരിചയപ്പെടുത്തിയത് പേനയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുൽ ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് പഠിപ്പിച്ച അല്ലാഹുവിന്റെ നാമം എന്നാണ്. ഇൽമിന്റെ ഒന്നാമത്തെ വഴി പേനയാണ്. പേനയെ ബഹുമാനിക്കാത്തവർക്ക് ഇൽമുണ്ടാവില്ല എന്നാണ്. പേനയിൽ ബറക്കത്തുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എഴുതാല്ലെങ്കിലും കീശയിൽ ഒരു പേന വേണമെന്നാണ്. ഒന്ന് എഴുതാല്ലെങ്കിലും ഒരു പേന വേണം. ഞങ്ങൾ ഒന്നിച്ച് ബൈത്തുൽ മുഖദ്ദസ് യാത്ര നടത്തിയിരുന്നു കോയക്കിന്. ഉഷാറാള്, ഗംഭീരമാണ്. അപ്പോ എഴുതാല്ലെങ്കിലും ഒരു പേന വേണം. എന്തേ? പേനയിൽ ബറക്കത്തുണ്ടെന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മഷിയിൽ ബറക്കത്തുണ്ട് എന്നാണ് ഹദീസിലുള്ള കേട്ടോ. ആ മഷി എന്ന് പറഞ്ഞാൽ ഇന്ന് അതിന്റെ സ്ഥാനത്ത് പേന ആയതുകൊണ്ട് പേന എന്ന് പറയുന്നു എന്ന്. ഇത് ബറക്കത്തിന്റെ മാസമാണ് റജബ് മാസം. റജബായാലും മുത്തുനബി ദ്വാരക്കും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഫീ റജബിൻ വശഅബാൻ എന്നും ദുആ ചെയ്യാം. ഫീ റജബ വശഅബാൻ എന്നും ദുആ ചെയ്യാം. രണ്ടും നല്ല തന്നെയാണ്. കൂടുതൽ നല്ലത് റജബിൻ വശഅബാൻ എന്നാണ് എന്നെനിക്ക് തോന്നുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ ബാരിക് ലനാ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. ബർക്കത്ത് അല്ലട്ടോ, ബറക്കത്താണ്. റാഇന് ഫതഹാണ്. ബറക്കത്ത് എന്നാണ്. അത് നമ്മൾ മലയാളത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ എന്ത് സാധനം നമ്മൾ ചെറുങ്ങനെ ഒന്ന് മലയാളത്തിലാക്കിയിട്ടാ പറയാം. മുഹമ്മദ് എന്ന് പറയുന്നതിന് വരെ മഹമ്മദ് എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ കുഞ്ഞാമ്പ് പറയും, മയമ്മി എന്ന് പറയും, മയമുട്ടി എന്ന് പറയും, മമ്മു പറയും. മലയാളത്തിലാക്കിയതാണ്. ഇങ്ങനെ ഉണ്ട്. നമ്മളെ മജ്‌ലിസിനൂർ വരെ മലയാളത്തിലാക്കിയിട്ടുണ്ടല്ലോ അതില്. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല മലയാളത്തിലാക്കിയാല്. പക്ഷെ മലയാളം നിസ്കാരത്തിലൊന്നും പറയാൻ പറ്റൂല. നിസ്കാരത്തിൽ അറബി മാത്രമേ പറ്റുള്ളൂ. വേറുള്ളിടത്തൊക്കെ മലയാളത്തിലായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ബർക്കത്ത് എന്നുള്ളത് മലയാളമാണ്. അറബിയിൽ ബറക്കത്ത് എന്ന റാഇന് ഫതഹാണ്. അപ്പൊ ബറക്കത്ത്. അല്ലാഹുവേ അല്ലാഹുമ്മ ബാരിക് ലനാ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. ഫീ റജബിൻ വശഅബാൻ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണമേ. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. ഷഹ്റാന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്, പ്രബലമായ റിപ്പോർട്ടിലില്ല. പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. വബല്ലിഗ്നാ ഷഹ്റ റമളാൻ എന്ന് പറഞ്ഞതിന് വിരോധമൊന്നുമില്ല. പ്രബലമായ റിപ്പോർട്ടിൽ വബല്ലിഗ്നാ റമളാൻ എന്നേ ഉള്ളൂ, ഷഹ്റല്ലാതെ. അപ്പൊ അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. ഫീ റജബിൻ, റജബിലും വശഅബാൻ, ശഅബാനിലും ബറക്കത്ത് ചെയ്യണമേ. റജബ് ബറക്കത്തിന്റെ മാസങ്ങളിലെ ഒന്നാമത്തെ മാസമാണ്. 12 മാസങ്ങളാണുള്ളത്. ആദം നബി അല്ലാഹു തആല പടച്ചത് മുതൽ മാസങ്ങൾ 12ആണ്. ആകാശഭൂമികളെ പടച്ചത് മുതൽ മാസം 12ആണെന്ന് സൂറത്തു തൗബയിലുണ്ട്. മാസങ്ങളുടെ പേരും അങ്ങനെ തന്നെയാണ്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ. കൊല്ലമാണ് അന്നില്ലാത്തത്. കൊല്ലം പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. അവസാനം വന്നത് ഹിജ്റയോട് ചേർത്തുകൊണ്ട് ഹിജ്റ വർഷം. മാസം അതിന്റെ മുമ്പ് തന്നെ ഉള്ളതാണ്, ദിവസവും അതിന്റെ മുമ്പ് തന്നെ ഉള്ളതാണ്. മാസങ്ങളും ദിവസങ്ങളും കണക്കാക്കുന്ന രീതി നേരത്തെ ഉണ്ട്. വർഷം കണക്കാക്കുന്ന രീതിയാണ് പിൽക്കാലത്ത് വന്നത്.
അത് ഓരോ നബിമാർ വരുമ്പോൾ ആ നബിമാരിലേക്ക് ചേർത്തുകൊണ്ട് പറയും. അവസാനമായി പറഞ്ഞത് ഹിജറയിലേക്ക് ചേർത്തുകൊണ്ടാണ്. അത് ഹിജറ മുതൽ തുടങ്ങിയതല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം മുതൽ തുടങ്ങിയതാണ് ഹിജറ വർഷം എന്ന പ്രയോഗം. അതേസമയത്ത് മാസവും കൊല്ലവും ഒക്കെ നേരത്തെ തന്നെ ഉണ്ട് എന്നതാണ്.